വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടിയൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് റീസെൻ്റായിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ നീലു പറഞ്ഞതിനെക്കുറിച്ച് മുടിയൻ്റെ പുതിയ പ്രോഗ്രാംസ് ഒക്കെ എന്താണ്, അതായത് ഉപ്പുമുളകിൽ തിരിച്ചു വരുന്നത് വരെയും മുടിയൻ്റെ പുതിയ പ്രോഗ്രാംസ് ഒക്കെ എന്താണ് എന്നതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിന് തന്നെ ബാലു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ ഒരു തിയേറ്റർ വിസിറ്റ് വന്നപ്പോൾ മുടിയൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ ഏഷ്യനെറ്റിൻ്റെ കോൺട്രാക്റ്റ് തീർന്നാൽ ഉടൻ തന്നെ ഉപ്പുമുളകിലോട്ട് റീജോയിൻ ചെയ്യുമെന്ന രീതിക്ക്. അപ്പോഴും നീല് വിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതറിയില്ല, അത് ചാനൽക്ക് അറിയത്തുള്ളൂ എന്ന രീതിക്കായിരുന്നു ആ ഒരു സമയത്ത് നീല് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ നീലിനോട് ഡയറക്റ്റായിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഋഷി ഇനി ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരുമോ എന്ന രീതിക്ക്. അതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 കൊല്ലം അവിടെ കോൺട്രാക്റ്റിംഗ് എഗ്രിമെൻറ്റ് പീരീഡൊക്കെ ഉണ്ട്, അതുവരെയും ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്നല്ല, വേറെ ഏത് ചാനലിൽ തന്നെ മുടിയന് പോകാൻ പറ്റത്തില്ല. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉപ്പുമുളകിലോട്ട് മുടിയൻ ഉണ്ടാകുമെന്ന രീതിക്ക് നീല് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിനി 1 വർഷം കഴിഞ്ഞാൽ മുടിയനെ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ സീസൺ 3 എന്ന് പറയുന്നത് ഇങ്ങനെ ഷോർട്ട് ടൈം പീരീഡ്, അതായത് സീസൺ 2 അവസാനിച്ച പോലെ അവസാനിക്കാൻ പോകുന്നില്ല, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം, അതായത് സീസൺ 1 പോലെയൊക്കെ നീണ്ടു പോകുന്ന ഒരു സീസൺ തന്നെയാണ് സീസൺ 3. അതുകൊണ്ട് മുടിയനെ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയൻ്റെ അടുത്ത പ്രോഗ്രാംസ്, അതായത് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, അതിന് ഈ എഗ്രിമെൻറ്റ് വല്ല ബാധകമാകുമോ എന്ന രീതിക്കൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയനെ അപ്പോൾ ഇനി ഒരു കൊല്ലത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഏഷ്യനെറ്റ് പ്രോഗ്രാംസ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ മുടിയന് ബാക്കി സ്വകാര്യ ചാനലുകൾക്ക് പോകാൻ പറ്റാത്തതുള്ളൂ. അതായത് ഇപ്പോൾ ഏഷ്യനെറ്റിൽ നിന്ന് ഫ്ലവേഴ്സിക്കോ സൂര്യ ടി വിയിലേക്കോ അങ്ങനെ വേറെ ടി വി ചാനലിലോട്ട്, സാറ്റലൈറ്റ് ചാനലിലോട്ട് മാത്രമേ പോകാൻ പറ്റാത്തതുള്ളൂ. ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം, സിനിമ കമ്മിറ്റ് ചെയ്യാം, യൂട്യൂബ് വീഡിയോസ് ചെയ്യാം, അതിനൊന്നും യാതൊരു തടസ്സം തന്നെയില്ല, അതിനൊന്നും ഈ ഒരു എഗ്രിമെൻറ്റ് ബാധകമാകുന്നതുമില്ല. ആകെ ഈ ഒരു എഗ്രിമെൻറ്റ് എഫക്റ്റ് ചെയ്യുന്നത് വേറൊരു ടി വി ചാനലിലെ പ്രൈവറ്റ് പ്രോഗ്രാംസിന് മുടിയന് 1 കൊല്ലത്തിലേക്ക് വേറെ എന്തിനും പോകാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ്. അപ്പോൾ മുടിയൻ്റെ അടുത്ത പ്രോഗ്രാംസ് നമുക്ക് ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യാമോ, അല്ലെങ്കിൽ സിനിമയുടെ അപ്ഡേറ്റും, അതല്ലെങ്കിൽ മുടിയൻ ഒരു ഇൻ്റർവ്യൂവിൽ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യണമെന്ന രീതിക്ക്. മാക്സിമം അതൊരു ആൽബം സോങ്ങോ ഒരു വെബ് സീരീസോ ആവാനായിരിക്കും ചാൻസ്. അതിൽ 1 കൊല്ലം മുടിയൻ വെറുതെ ഇരിക്കത്തൊന്നുമില്ല. അതിൽ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് മുടിയന് വേറെ ഒരു പരിപാടിയും തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് കുറേ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നുമല്ല, മുടിയന് ഉറപ്പായിട്ടും വേറെ പരിപാടികളൊക്കെ ചെയ്യാം, വേറെ സ്വകാര്യ ചാനലിൽ പോകാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുടിയൻ്റെ യൂട്യൂബ് ചാനലിൽ നമുക്കിനി മുടിയൻ്റെ ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനി മുടിയൻ്റെ അടുത്ത പ്രൊജക്റ്റ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.